₹1 നിലമ്പൂരിൽ ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. കരുളായിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ ആഘാതം അവസാനിക്കുന്നില്ല. വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്ന് വെള്ളം കയറിയത് മൂലം ക്യാമറാമാനുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ചെട്ടിയിലെ കിളിയമണ്ണിൽ ഷാജി വീട്ടിൽ സൂക്ഷിച്ച ക്യാമറയും ലാപ്ടോപ്പും ലെൻസുകളും ഉൾപ്പെടെ ഒട്ടനവധി ഉപകരണങ്ങളാണ് വെള്ളം കയറി നശിച്ചത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷാജി പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. ഒട്ടനവധി ആളുകളുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇതിലാണ് ഷാജി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുകളിലും മരം വീണത്. ഓട് വീടായതിനാൽ മരം വീണ ഉടനെ ഓടുകൾ തകരുകയും മഴവെള്ളം വീടിനുള്ളിലേക്ക് ഒഴുകുകയും ചെയ്തു. എന്നാൽ ബാഗുകൾക്കുള്ളിൽ സൂക്ഷിച്ച ഉപകരണങ്ങളിലേക്ക് വെള്ളം കടന്നിട്ടുണ്ടാവില്ലെന്ന ധാരണയിൽ അന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് സുരക്ഷിതമായി മാറ്റി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇവ പുറത്തെടുത്തത്. അപ്പോഴാണ് ബാഗുകൾക്കുള്ളിൽ വെള്ളം കയറിയത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എല്ലാ ഉപകരണങ്ങൾക്കുള്ളിലും വെള്ളം കയറിയത് കണ്ടത്. സോണിയുടെ ക്യാമറ, വില കൂടിയ അത്യാധുനിക പ്രൊഫഷണൽ ലെൻസുകൾ, ഗൊഡോക്സ് ലൈറ്റിംഗ് ഉപകരണങ്ങൾ, ഫ്ലാഷുകൾ, ജിംബലുകൾ, എഡിറ്റിംഗിന് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, CPU, UPS തുടങ്ങിയവയാണ് നശിച്ചവയിൽ ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളെന്ന് ഷാജി പറഞ്ഞു. കാറ്റ് വയത്തിലാണ് വീടുകളുടെ മുകളിൽ മരം വീഴുകയും ഞങ്ങൾക്ക് വണ്ടിയുടെ മുകളിലാണ് മരം വീണത്. അതുപോലെ ഞങ്ങൾ അന്ന് രാത്രി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്, കാരണം വീടിൻ്റെ മുകളിലൊക്കെ മരം വീണ് കിടക്കുകയാണ്. പിന്നെ അന്ന് രാവിലെ വന്നിട്ട് ബാഗുകൾ, ക്യാമറ, സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. പക്ഷെ നനഞ്ഞതായിട്ട് അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല, കാരണം ആ തിരക്കിലെല്ലാം മാറ്റുന്ന തിരക്കിൽ നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാനത് ഇന്നലെ ജസ്റ്റ് തുറന്നു നോക്കി. വൈഫ് ഇന്നലെ പറഞ്ഞു, നിങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരെ തുറന്നു നോക്കിയാണ്. അപ്പോഴാണ് കാണുന്നത് അതിൽ ക്യാമറ ബാഗിലും അതേമാതിരി ഗോഡസ് എല്ലാത്തിനും വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലാപ്പിൻ്റെ ബാഗൊക്കെ വെള്ളത്തിലായിരുന്നു. പിന്നെ സിസ്റ്റം ഞാൻ അയച്ചു വെച്ചേക്കും. നമുക്ക് ലാപ്പ്, ടാബ്, മൊബൈല്, പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമ്മളെ വാടക. അപ്പോൾ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക ഇതേമാർക്ക് അത് അടവിലാണ് ക്യാമറയൊക്കെ ഉള്ളത്. മാസം അതും അടവും കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എല്ലാം കഴിയാൻ. അപ്പോൾ വാടക, മറ്റുള്ള കേസുകൾ, കുട്ടികളെ പഠനമൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അപ്പോൾ അതിപ്പോൾ ഒരു ഫ്ലോപ്പായി നിൽക്കുകയാണ്. എത്ര നഷ്ടം ഉണ്ടാവും? നഷ്ടൊരു 5-6 ലക്ഷത്തിൻ്റെ അടുത്തുണ്ട് നഷ്ടം. ക്യാമറ പുതിയത് എടുത്താണ്. ബജാജിൽ അതിൽ കിട്ടിയതാണ്. ഒന്നും കൊടുക്കാതെ, പേയ്മെൻറ്റ് ഒന്നും കൊടുക്കാതെ നമുക്ക് കിട്ടിയതാണ്. അല്ല, ഇതൊക്കെ അങ്ങനെ എടുത്തതാണ്. അത് എന്താവും അറിയില്ല. അപ്പോൾ ഒരു 2-3 അടവേ പോയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. ഇനി ബാക്കി കുറേ അടവുകൾ കിടക്കുകയാണ്. പിന്നെ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല, കാരണം വീടിൻ്റെ വാടക കൊടുത്താണ് നിൽക്കുന്നത്. അതേമാതിരി ഇനി മാസം ഇതിൻ്റെ ക്യാമറ റെൻറ്റ് കൊടുക്കണം, അല്ല അടവ് അടക്കണം. അതേമാതിരി കുട്ടികളെ പഠനങ്ങൾ, കുട്ടികളെ ബസ് ഫീസ്, കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അതേമാതിരി വണ്ടിയുടെ മുകളിലാണ് മരം പോകുന്നത്. അപ്പം അതും നല്ലൊരു സംഖ്യ അതിൽ നിന്ന് കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ എന്തായാലും ഒരു 4-5-8-10 ലക്ഷം രൂപത്തിൻ്റെ അടുത്ത് എനിക്ക് ഏതായാലും വണ്ടി അടക്കം പ്രശ്നത്തിലാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യാന്നറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമറ ഉൾപ്പെടെ പല ഉപകരണങ്ങളും ലോൺ എടുത്താണ് വാങ്ങിയത്. അതിന്റെ അടവ് നടക്കുന്നതേ ഉള്ളൂ. ഒപ്പം വീട്ടുവാടക, സ്കൂൾ കുട്ടികളുടെ പഠനച്ചിലവ് തുടങ്ങിയവയെല്ലാം നടത്തുന്നത് ഈ ഉപകരണങ്ങൾ വെച്ചുള്ള ജോലിയിലൂടെയായിരുന്നു. ഇവ നശിച്ചതോടെ അതെല്ലാം മുടങ്ങിയെന്ന് മാത്രമല്ല, വൻ കടബാധ്യതയിലേക്കാണ് ഒറ്റ ചുഴലിക്കാറ്റിലൂടെ താൻ എത്തിയതെന്നും ഷാജി പറഞ്ഞു. തന്റെ ഉപജീവന മാർഗമായ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ചതിലൂടെ പ്രതിസന്ധിയിലായതിനാൽ സർക്കാർ തലത്തിലോ പ്രാദേശികമായും അടിയന്തര സഹായം ലഭ്യമാക്കിയാലേ ഇനി രക്ഷയുള്ളൂ. ഇതുകൂടാതെ മരം കടപുഴകി വീണതിനെ തുടർന്ന് വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.